പരിശുദ്ധ അമ്മ മാതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയോടുള്ള വിമല ഹൃദയ പ്രതിഷ്ഠാ ഒരുക്ക ശുശ്രൂഷയുടെ 9ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുക. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി ഒരുക്കത്തോടെ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് നടന്ന് അടുത്തുകൊണ്ടിരിക്കുക. അനേകർ ഒത്തിരി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ചിലവർക്ക് ഒത്തിരി പുണ്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് ചിലവർ അച്ഛനെ വിളിച്ച് പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഓരോ വാക്കും പ്രവൃത്തിയും ഓരോ ചിന്ത പോലും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ആയിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഏറ്റവും എളിമയോടുകൂടി ഈ ദിവസങ്ങളിൽ ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതോടൊപ്പം തന്നെ ഏതു പ്രവൃത്തിയിലും അതിലുള്ള ആ വേദന, ആ സഹനം, ആ ത്യാഗം സ്നേഹപൂർവം സ്വീകരിക്കണം. അങ്ങനെ ഓരോ കാര്യവും പുണ്യമാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ പരിശുദ്ധിയിൽ ദൈവത്തോട് അടുക്കാനായി ഈ ദിവസങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്തുകൊണ്ട് നമ്മൾ സ്വയം വിശുദ്ധീകരിക്കാൻ ഈ നിമിഷം തയ്യാറാകുക. എഴുന്നേറ്റ് നിൽക്കുക. ഈ എഴുന്നേറ്റ് നിൽക്കുന്നത് ഒരു ചെറിയ ത്യാഗമുണ്ട്, ഈശോയുള്ള സ്നേഹമുണ്ട്, അതിൻ്റെ അത്തൊരു എളിമയുണ്ട്. പ്രിയപ്പെട്ടവരെ, കരം കുപ്പി പിടിച്ച് ഏറ്റവും ഭക്തിയോടെ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് അമ്മയോട് നമുക്ക് യാചിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. രണ്ട് കരങ്ങൾ ഈ യാചനയോടെ പിടിച്ച് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മ മാതാവിനെ കുറിച്ചുള്ള അറിവും അനുഭവവും നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ നിമിഷം പരിശുദ്ധ അമ്മയോട് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ സഹായം തേടാം. രണ്ട് കരങ്ങൾ യാചനയോടെ പിടിച്ച് പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കൂടുതൽ ആഴത്തിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അമ്മയെ കൂടുതൽ അനുഭവിക്കാൻ, അമ്മയുടെ മാർഗത്തിലൂടെ ചരിക്കുവാൻ, അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന കൃപകൾ മുഴുവനും സമ്പാദിക്കാൻ ഞങ്ങളെക്ക് കൃപ നൽകണമേ എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാവരും ഉറക്കെ ആത്മാർത്ഥമായിട്ട് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ആരാധന 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 അഭിഷേകം ചെയ്യണേ ആരാധന പരിശുദ്ധാത്മാവേ. ആരാധന ആരാധന ഉപകാരപ്പെടുത്തണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണേ പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ കൃപകൾ നിറയ്ക്കണേ പരിശുദ്ധാത്മാവേ. ഞങ്ങളെ നയിക്കണേ പരിശുദ്ധാത്മാവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണേ പരിശുദ്ധാത്മാവേ. ആരാധന ഫലങ്ങളാൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ആത്മാവേ വരിക, ദാനഫലം തരിക, നിൻ
നിൻവരദാനങ്ങൾ ദാസർക്കേകിടുക. പാടാം. ആത്മാവേ വരിക, ദാനഫലം തരിക, നിൻവരദാനങ്ങൾ ദാസർക്കേകിടുക. ആത്മാവേ വരിക, അഭിഷേകം തരിക, അഭിഷേകം ദാസർക്കേകിടുക. ആത്മാവേ വരിക, അഭിഷേകം തരിക, അഭിഷേകം ദാസർക്കേകിടുക. തീക്കാറ്റായി വീശുക എന്റെ പരിശുദ്ധാത്മാവേ, അഗ്നിമഴയായി പെയ്യുക എന്റെ പരിശുദ്ധാത്മാവേ. തീക്കാറ്റായി വീശുക എന്റെ പരിശുദ്ധാത്മാവേ, അഗ്നിമഴയായി പെയ്യുക എന്റെ പരിശുദ്ധാത്മാവേ. ജലത്തിന്മേൽ ചലിച്ചപ്പോൾ ജനതതിമേൽ ചലിക്കണേ, ജലത്തിന്മേൽ ചലിച്ചപ്പോൾ ജനതതിമേൽ ചലിക്കണേ. ആത്മാവേ വരിക, ദാനഫലം തരിക, നിൻവരദാനങ്ങൾ ദാസർക്കേകിടുക. ആത്മാവേ വരിക, ദാനഫലം തരിക, നിൻവരദാനങ്ങൾ ദാസർക്കേകിടുക. ആത്മാവേ വരിക, അഭിഷേകം തരിക, പുത്തനഭിഷേകം ദാസർക്കേകിടുക. ആത്മാവേ വരിക, അഭിഷേകം തരിക, പുത്തനഭിഷേകം ദാസർക്കേകിടുക. പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചേ, നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചേ, നമ്മുടെ മക്കളെ സമർപ്പിച്ചേ. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മുഴുവനും മക്കളിലേക്ക് ആത്മാവിന്റെ ദാനങ്ങൾ ഒഴുകട്ടെ, ആത്മാവിന്റെ ഫലങ്ങൾ ഒഴുകട്ടെ, ആത്മാവിന്റെ വരങ്ങൾ ഒഴുകട്ടെ, പുത്തൻ അഭിഷേകം ഒഴുകട്ടെ. വലിയ ആഗ്രഹത്തോടെ വിളിച്ചു പാടട്ടെ. കാറ്റായി വീശുക എന്റെ പരിശുദ്ധാത്മാവേ, അഗ്നിമഴയായി പെയ്യുക എന്റെ പരിശുദ്ധാത്മാവേ. തീക്കാറ്റായി വീശുക എന്റെ പരിശുദ്ധാത്മാവേ, അഗ്നിമഴയായി പെയ്യുക എന്റെ പരിശുദ്ധാത്മാവേ. ജലത്തിന്മേൽ ചലിച്ചപ്പോൾ ജനതതിമേൽ ചലിക്കണേ, ജലത്തിന്മേൽ ചലിച്ചപ്പോൾ ജനതതിമേൽ ചലിക്കണേ. ആത്മാവേ വരിക, ദാനഫലം തരിക, നിൻവരദാനങ്ങൾ ദാസർക്കേകിടുക. ആത്മാവേ വരിക, ദാനഫലം തരിക, നിൻവരദാനങ്ങൾ ദാസർക്കേകിടുക. ആത്മാവേ വരിക, അഭിഷേകം തരിക, പുത്തനഭിഷേകം ദാസർക്കേകിടുക. ആത്മാവേ വരിക, അഭിഷേകം തരിക, അമ്മയുടെ മക്കളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്. ആത്മാവേ വരിക, അഭിഷേകം തരിക, പുത്തനഭിഷേകം ദാസർക്കേകിടുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കാമോ? കണ്ണുകളടയ്ക്കാം, കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഈ രൂപം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. അമ്മ നിങ്ങളെ സ്വീകരിക്കുക. നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്ത് പരിശുദ്ധി അമ്മയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക. എൻ്റെ ജീവിതം എത്ര വലിയ കെട്ടപ്പെട്ട അവസ്ഥയാണെങ്കിലും, ഏത് തലമുറയുടെ കെട്ടുകൾ നിന്റെ കുടുംബത്തെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിലും, ആ കെട്ട് മുഴുവനും അഴിക്കാൻ ശക്തിയുള്ള അമ്മ മാതാവിൻ്റെ കുരിക്കഴിക്കുന്ന അമ്മയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങളിത് അങ്ങേ സങ്കേതത്തിൽ അഭയത്തിനായിട്ട് ഓടി അണയുന്നു. പാപികളായ ഞങ്ങളുടെ മേൽ അലിവാർന്ന് അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കണമേ. നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധി അമ്മ മാതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയുടെയും
തിരുസഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിൻ്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന പിശാചിൻ്റെ എല്ലാ കുടിലതന്ത്രങ്ങളെയും അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് ഇപ്പോൾ തകർത്ത് കളയണമേ. കർത്താവായ യേശുക്രിസ്തുവേ, പിതാവിന്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, യുദ്ധം, ദുരന്തം, കലഹം, വഴക്ക്, രോഗപീഠ അധ്യായത്തിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. യേശുവിൻ്റെ അമ്മയായ സകല ജനപദങ്ങളുടെയും നാഥേ, ഞങ്ങളുടെ അഭിഭാഷയായിരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. ഓ മറിയമേ, ഞങ്ങളും ഞങ്ങളുടെ കുടുംബം പൂർണ്ണമായും അമ്മയുടേത് മാത്രമാ. അച്ഛൻ ചൊല്ലിത്തരുന്ന ഈ പ്രതിഷ്ഠാജപം എല്ലാവരും ഏറ്റുചൊല്ലിയൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞങ്ങളങ്ങേ ഞങ്ങളുടെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് അങ്ങേ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സത്പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദത്തിങ്കൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ, ആമേൻ. ഈശോ മിശിഹായ്ക്ക് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ശാന്തമായ സംസ്ഥാനങ്ങളിൽ ഇരിക്കുക. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള അമ്മ മാതാവിന്റെ മക്കളെ, വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ശുശ്രൂഷയുടെ 9ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇന്ന് ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം പരിശുദ്ധ അമ്മ മാതാവ് ശുദ്ധീകരണ ആത്മാക്കളുടെ അമ്മയാണ് എന്നതിനെ കുറിച്ചാണ്. കേൾക്കണം, പരിശുദ്ധ അമ്മ ശുദ്ധീകരണ ആത്മാക്കളുടെയും അമ്മയാണ് എന്ന വിഷയമാണ്. എന്തുകൊണ്ടാണ് അച്ഛൻ ഇന്നേ ദിവസം ഈ വിഷയം പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, നാളത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. നാളെ നമുക്കറിയാം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളാണ്. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും ഏറ്റവും കൂടുതൽ ആത്മാക്കൾ സ്വർഗത്തിൽ എത്തുന്ന ദിവസമാണ് സ്വർഗാരോപണ തിരുനാൾ ദിവസം. അതുകൊണ്ടാണ് അച്ഛൻ അതിനെക്കുറിച്ചൊരു വെളിപ്പെടുത്തൽ തരാനായിട്ട് ഇന്ന് ഈ വിഷയമെടുത്തത്. പരിശുദ്ധയമ്മ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ അമ്മ കൂടിയാ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പരിശുദ്ധയമ്മ മാതാവ് ത്രിലോകരാജ്ഞിയ എന്ന് വെച്ചാൽ വിജയസഭയുടെ അമ്മ, സഹനസഭയുടെ അമ്മ, സമരസഭയുടെ അമ്മ. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, വിജയസഭ എന്ന് വെച്ചാൽ സ്വർഗവാസികള്, സമരസഭ എന്ന് വെച്ചാൽ ഭൂവാസികള്, സഹനസഭ എന്ന് വെച്ചാൽ ശുദ്ധീകരണാത്മാക്കൾ. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെയും രാജ്ഞിയും ഈ മൂന്ന് മേഖലകളുടെ അമ്മയുമാണ് പരിശുദ്ധ അമ്മ എന്ന് വെച്ചാൽ വിജയസഭയിലുള്ള ആത്മാക്കളുടെ സ്വർഗവാസികളുടെ അമ്മയാണ് പരിശുദ്ധ അമ്മ മാതാവ്. ശുദ്ധീകരണാത്മാക്കളുടെ അമ്മയാണ് പരിശുദ്ധ അമ്മ മാതാവ്. ഒപ്പം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളുടെ അമ്മയാണ് പരിശുദ്ധ അമ്മ മാതാവ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഒരു കുഞ്ഞുവാവ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ആള് ജനിക്കുന്ന സമയം തൊട്ട് എപ്പോഴും പരിശുദ്ധ അമ്മ മാതാവ് ആ വ്യക്തിയെ സംരക്ഷിക്കാനായിട്ട് ആ വ്യക്തിയുടെ കൂടെയുണ്ട്. ആ വ്യക്തിയുടെ മരണനേരത്താണ് പിശാചി ഏറ്റവും കൂടുതൽ ആ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള സകല പരീക്ഷണങ്ങളും പ്രലോഭനവുമായിട്ട് കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് പോലും ആ വ്യക്തിയെ സഹായിക്കാനായിട്ട് പരിശുദ്ധ അമ്മ കൂടെയാ.
ഒരു വ്യക്തിയുടെ മരണത്തോടുകൂടി പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം തീരുകയല്ല ചെയ്യുന്നത്, മറിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുമ്പോൾ ആ അമ്മ മാതാവ് ഏറ്റവും കൂടുതൽ സഹായമായിട്ട് ആ വ്യക്തിയെ രക്ഷിക്കാൻ, ആ ആത്മാവിനെ സ്വന്തമാക്കാനായിട്ട് പരിശുദ്ധി അമ്മ മാതാവ് നിരന്തരം മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുക. തീർന്നില്ല മക്കളെ, ഒരാത്മാവ് ജനിച്ച് ഈ ഭൂമിയിൽ നിന്ന് മരിച്ച് ആ ആത്മാവ് എപ്പോൾ സ്വർഗത്തിൽ എത്തിച്ചേരുന്നോ ആ സമയം വരെ ആ ആത്മാവിൻ്റെ കൂടെ പരിശുദ്ധയമ്മ കൂടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അനാദിയില് തൻ്റെ പുത്രന്, പിതാവായ ദൈവം തൻ്റെ പുത്രന് ആരെയാണോ അമ്മയായിട്ട് തെരഞ്ഞെടുത്ത് ആ അമ്മ മാനവരാശിയുടെ മാത്രം എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തികളുടെ അമ്മ മാത്രമല്ല, ത്രിലോക രാജ്ഞി, ത്രിലോക മാതാവ. ഇത് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടല്ലേ അൽഫോൻസ് ലിഗോരി ഇപ്രകാരമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു വെക്കുക: പരിശുദ്ധ അമ്മ ശുദ്ധീകരണ ആത്മാക്കളുടെ സഹായമാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ ഭക്തർ ശുദ്ധീകരണ സ്ഥലത്ത് വേദനയാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ അമ്മ അവരുടെ കൂടെ സഞ്ചരിച്ച് അവരെ ആശ്വസിപ്പിക്കുന്നു. ഇപ്പം അമ്മയുടെ ദൗത്യം കണ്ടോ? ഒന്നാമത്തെ ദൗത്യം, അവരുടെ കൂടെ, അവർ വേദന അനുഭവിക്കുമ്പോൾ അവരുടെ കൂടെ ഇറങ്ങി വന്ന് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരമ്മയാണ് പരിശുദ്ധ അമ്മ. രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബ്രിജിറ്റ് ഇപ്രകാരമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്: ഞാൻ ശുദ്ധീകരണ ആത്മാക്കളുടെ അമ്മയാണ്. അതുകൊണ്ട് ഞാൻ ഈ ആത്മാക്കളെ എപ്പോഴും സഹായിക്കുകയും ആ ആത്മാക്കളെ രക്ഷിക്കാൻ ഞാൻ എപ്പോഴും പരിശ്രമിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ വിൻസെന്റ് ഫെറർ പറയുന്ന കാര്യം ഇപ്രകാരമാണ്: മറിയം ശുദ്ധീകരണ സ്ഥലത്ത് താഴ്ന്നിറങ്ങി ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധി അമ്മ നിരന്തരം ഈ ആത്മാക്കളെ സന്ദർശിക്കുക, അവരെ സഹായിക്കുക, അവരെ രക്ഷിക്കുക. വീണ്ടും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്ന മറ്റൊരു കാര്യം പ്രകാരമാണ്: ഏറ്റവും കരുണാർദ്രയായ അമ്മേ, തൻ്റെ ഭക്തരെ ഇഹത്തിൽ മാത്രമല്ല സഹായിക്കുന്നത്, ശുദ്ധീകരണ സ്ഥലത്ത് തൻ്റെ സംരക്ഷണം വഴി ആശ്വസിപ്പിക്കുകയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും പറയുവാണ്: ഭക്തരായ ആത്മാക്കളുടെ തടവറയിൽ പരിശുദ്ധ മറിയത്തിന് അവരുടെ മേൽ അധികാരവും അവരെ സ്വതന്ത്രരാക്കാനുള്ള ശക്തിയുമുണ്ട്. അതുകൊണ്ട് അച്ഛൻ വീണ്ടും പറയുന്ന പരിശുദ്ധി അമ്മ ശുദ്ധീകരണാത്മാക്കളുടെ അമ്മയാ. വീണ്ടും പ്രിയപ്പെട്ടവരെ നോക്കിക്കേ, വിശുദ്ധ ബെർണാഡിയം പറയുന്ന കാര്യപ്രകാരമാണ്: പരിശുദ്ധ മറിയത്തിന് തൻ്റെ പ്രാർത്ഥനയാലും തൻ്റെ യോഗ്യതകളാലും ശുദ്ധീകരണാത്മാക്കളെ, വിശിഷ്യ തൻ്റെ ഭക്തരെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയും. വീണ്ടും അൽഫോൻസ് ലിഗോരി പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ്: തൻ്റെ മഹത്വീകൃതമായ സ്വർഗാരോപണ ദിവസം അടുത്തപ്പോൾ അമ്മ തൻ്റെ പുത്രനോട് ചോദിച്ച പ്രത്യേക അനുഗ്രഹം ഇതായിരുന്നു: എല്ലാ ആത്മാക്കളെയും ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുവരട്ടെ. പുത്രൻ അത് അനുവദിക്കുകയും അമ്മ അത് നിറവേറ്റുകയും ചെയ്തു എന്ന സത്യം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, പരിശുദ്ധി അമ്മയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട് മക്കളെ ശുദ്ധീകരണ സ്ഥലത്ത്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ഈ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് ഫാത്തിമയിലെ പരിശുദ്ധി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ 3 മക്കളോട് പറയുന്ന കാര്യമുണ്ട്: ഈ ലോകത്ത് ജീവിക്കുന്ന മക്കൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന മക്കൾക്കും, വിശിഷ്യ പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾക്കും വേണ്ടിയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നരകത്തെക്കുറിച്ചുള്ള ദർശനം നൽകിയ 3 കുഞ്ഞുങ്ങൾക്ക് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ദർശനം നൽകി. അതിനുശേഷം പരിശുദ്ധി അമ്മ ഈ കാഴ്ചകൾ കാണിച്ചു കൊടുത്തതിന് ശേഷം ഈ മക്കളോട് പറയുന്നുണ്ട്: ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥനയാണല്ലോ: ഓ എൻ്റെ ഈശോയെ, എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് നമ്മുടെ ജപമാലയുടെ ഓരോ രഹസ്യം കഴിയുമ്പോൾ ചെല്ലാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ലേ? ആ പ്രാർത്ഥന മക്കളോട് പറഞ്ഞു: നിങ്ങൾ നിരന്തരം ഇത് പ്രാർത്ഥിച്ച് ഈ ആത്മാക്കളെ രക്ഷിക്കാൻ ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, വിൻസെന്റ് ഫെറർ പറയുന്ന ഒരു കാര്യമുണ്ട്: ശുദ്ധീകരണാത്മാക്കളുടെ മേൽ പരിശുദ്ധി അമ്മയ്ക്ക് വലിയൊരു സൗഹൃദമുണ്ട്. എന്നിട്ട് പറയുവാണ്: അമ്മ കൃപയൊഴുക്കി അവരെ എപ്പോഴും ആശ്വസിപ്പിക്കുകയും അവർക്ക് സ്വാന്തനം നൽകുകയും ചെയ്യുന്നു എന്ന്.
വീണ്ടും പ്രിയപ്പെട്ടവരെ കേട്ടെ, വിശുദ്ധ ബെർണാഡിയൻ പറയുന്നു, പരിശുദ്ധ മറിയത്തിന് ശുദ്ധീകരണ ആത്മാക്കളെ മോചിപ്പിക്കുവാൻ പ്രത്യേകം അധികാരമുണ്ട്. അവളോടുള്ള പ്രാർത്ഥനയിൽ ആഴപ്പെട്ടാൽ, ഈ ഭൂമിയിലുള്ള മക്കൾ ആഴപ്പെട്ട് കാഴ്ചവെച്ചാൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾ അനവധി രക്ഷ പ്രാപിക്കുമെന്ന്. അതുകൊണ്ടാണ് വീണ്ടും വിശുദ്ധ ബെർണാഡിയൻ പറയുന്ന കാര്യം ഇതാണ്: ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ സ്ഥാനപതിയാണ് പരിശുദ്ധ അമ്മ. വീണ്ടും പറയുന്നു, പ്രിയപ്പെട്ട വിശുദ്ധ തെരേസ പറയുന്നു, ജപമാല ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ ഓരോ നന്മ നിറഞ്ഞ മറിയമയിലൂടെ അനേക തണുത്ത മഴത്തുള്ളികൾ പോലെ ഈ ആത്മാക്കളുടെ മേൽ പതിക്കുകയും ഇവർക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ ഇപ്പം തിരിച്ചറിയണം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ അമ്മ മാത്രമല്ല പരിശുദ്ധ അമ്മ. ശുദ്ധീകരണ സ്ഥലത്ത് മരണം മൂലം വേർപിരിഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന മുഴുവനും ആത്മാക്കളെ രക്ഷിക്കുന്ന, അവരെ സഹായിക്കുന്ന, അവരെ ആശ്വസിപ്പിക്കുന്ന, അവരെ സ്വതന്ത്രരാക്കുന്ന, അവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണയൊടുക്കാൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, അവരെ ബലപ്പെടുത്തുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ മാതാവ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധാത്മാക്കൾ പറഞ്ഞു വെക്കുന്ന കാര്യപ്രകാരമാണ് പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കുന്ന ദിവസം അത് എല്ലാ ശനിയാഴ്ചയും പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കും. 2, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ എല്ലാ തിരുനാളുകളിലും പരിശുദ്ധ അമ്മ മാതാവ് ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കും. എന്നിട്ട് പറയുവാണ്, ഏറ്റവും കൂടുതൽ ആത്മാക്കൾ രക്ഷപ്പെടുന്ന ദിവസം സ്വർഗാരോപണ തിരുനാൾ ദിവസം. പീറ്റർ ഡാമിയൻ പറയുന്നുണ്ട്, റോമിലുള്ള ജനസംഖ്യയേക്കാൾ കൂടുതൽ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും സ്വർഗാരോപണ തിരുനാൾ ദിവസം പരിശുദ്ധ അമ്മ മോചിപ്പിച്ചു കൊണ്ടുപോകും. ഇത് ഏത് ആത്മാക്കളെയാണ് കൂടുതൽ മോചിപ്പിക്കുന്നതെന്ന് പരിശുദ്ധ അമ്മ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1, പരിശുദ്ധ അമ്മയുടെ ഭക്തർ, പ്രത്യേകിച്ച് വിശുദ്ധിയിൽ ജീവിച്ച പരിശുദ്ധ അമ്മയുടെ ഭക്തരെ. 2, ഉത്തിരിയം ധരിച്ച് ഉത്തിരിയ വാഗ്ദാനം ജീവിതത്തിൽ നിറവേറ്റിയ മക്കളെ ഈ സ്വർഗാരോപണ തിരുനാൾ ദിവസവും, ഒപ്പം ഈ ഉത്തിരിയം ധരിച്ച് വാഗ്ദാനങ്ങൾ നിറവേറ്റിയ ജീവിച്ച വിശ്വസ്തത കാണിച്ച മക്കൾ മരണശേഷമുള്ള ആദ്യത്തെ ശനിയാഴ്ചയും പരിശുദ്ധ അമ്മ മാതാവ് ഈ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന വിശുദ്ധ പീറ്റർ ഡാമിയനോട് വ്യക്തമായിട്ടും പഠിപ്പിച്ച് പറഞ്ഞു വച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗസ്തീന, പരിശുദ്ധ അമ്മ പൗസ്തീനയെ കൂട്ടിക്കൊണ്ട് ശുദ്ധീകരണ സ്ഥലം സന്ദർശിച്ചു. ആ കാണുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ഇവൾ ആകപ്പാടെ വേദന, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഒത്തിരിയേറെ ഭയപ്പെട്ടു പോവുക. ഈ സമയത്ത് ഇവൾ ഈ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാ ഇത് കണ്ടിട്ട് ഈ ആത്മാക്കളെ എങ്ങനെയാ രക്ഷിക്കാൻ പറ്റുക? പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവ് പറഞ്ഞു കൊടുത്തു, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിരന്തരം ഈ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് ദൈവ തിരുസന്നിധിയിൽ കരുണയ്ക്കായിട്ട് നിരന്തരം പ്രാർത്ഥിക്കണം. വിശുദ്ധ മരിയാസിമയുടെ ജീവിതം നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച കൊണ്ട് മരിയാസിമയ്ക്ക് ഇപ്രകാരമാണ് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത്, പരിശുദ്ധ അമ്മ നിരന്തരം ഈ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെ ബലപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു. എന്നിട്ട് മരിയാസിമയോട് ഇപ്രകാരം ഈശോ പറഞ്ഞു, എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കുന്ന മറ്റു ചില ദിവസങ്ങളും കൂടിയുണ്ട്. 1, ക്രിസ്മസ് ദിവസം. 2, ദുഃഖ വെള്ളിയാഴ്ച. 3, സകല വിശുദ്ധരുടെ തിരുനാൾ ദിവസം. 4, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ദിവസം. 5, ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ ദിവസം. ഈ ദിവസങ്ങളെല്ലാം പരിശുദ്ധ അമ്മ മാതാവ് ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കുകയും അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ള കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരിക, നാളത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് അപ്പം നഷ്ടപ്പെട്ടില്ലേ, അമ്മ നഷ്ടപ്പെട്ടവരില്ലേ, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവരില്ലേ, മക്കൾ നഷ്ടപ്പെട്ടവരില്ലേ, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവരില്ലേ, പൂർവികർ നഷ്ടപ്പെട്ടിട്ടില്ലേ? ഇവരെ നമ്മൾ രക്ഷിക്കാൻ മക്കളെ എന്താ ഇന്ന് വരെ ചെയ്തേക്കണേ? നിങ്ങൾ നാളെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദേവാലയത്തിൽ പൊയ്ക്കേ. ഈ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 4 തലമുറകളായിട്ടുള്ള മരിച്ചു പോയിട്ടുള്ള ആത്മാക്കളെ മുഴുവനൊന്ന് കണ്ടെത്തിക്കേ. പറ്റുമെങ്കിൽ അവരുടെ പേരൊന്നെടുത്ത് എഴുതിക്കേ. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിൽ ദേവാലയത്തിൽ പോയിട്ട് ഓരോ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ കാസയിലേക്കും പീലാസയിലേക്കും സമർപ്പിച്ച്, പ്രത്യേകിച്ച് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയം വഴി ഈ ആത്മാക്കളെ സമർപ്പിച്ച്, നാളത്തെ ദിവസം ഈ ആത്മാക്കളെ മുഴുവനും ഈശോയുടെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ, പരിശുദ്ധ ബലിയുടെ യോഗ്യതയാൽ, അമ്മ മാതാവിൻ്റെ രക്തക്കണ്ണീരിൻ്റെ യോഗ്യതയാൽ, അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ യോഗ്യതയാൽ ഈ ആത്മാക്കൾ മുഴുവനും നാളെ രക്ഷ പ്രാപിക്കട്ടെ മക്കളെ.
എന്നിട്ട് നാളത്തെ ദിവസം മുഴുവനും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് നടന്നേ, ഇല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലി പ്രാർത്ഥിച്ചേ. അമ്മയുടെ വലിയ മാധ്യസ്ഥം. അമ്മ സ്വർഗാരോപണ തിരുനാൾ ദിവസം ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കുമ്പോൾ അവിടെ വസിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ 4 തലമുറയിൽപ്പെട്ട ആത്മാക്കളെ സ്വർഗത്തിലേക്കൊന്ന് കൂട്ടിക്കൊണ്ട് പോട്ടേന്നേ. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. എന്തുകൊണ്ടാ മക്കളെ ഈ ശുദ്ധീകരണ സ്ഥലത്ത് അമ്മ ഇതുപോലെ സന്ദർശിക്കാൻ കാരണം അമ്മ മാതാവിനറിയാം ശുദ്ധീകരണ സ്ഥലത്തിന്റെ വേദന എന്തുമാത്രമുണ്ട് എന്ന്. എങ്ങനെയും ഒരു ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് പോകാൻ കാരണം ഇവിടെ നമ്മളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അത് മറ്റൊന്നുമല്ല, ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ പാപത്തിന്റെ ഫലം 2 കാര്യമുണ്ടാകുന്നുണ്ട്. ഒന്ന് പാപക്കുറ്റം, 2 പാപത്തിന്റെ കടം അല്ലെങ്കിൽ കറ. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ 2 ശിക്ഷയിലേക്ക് പോകുന്നു. ഒന്ന് നിത്യശിക്ഷയിലേക്കും 2 താൽക്കാലിക ശിക്ഷയിലേക്കും. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ പാപത്തിന്റെ കുറ്റം എങ്ങനെയാ മാറ്റാൻ പറ്റുക? ആ വ്യക്തി അനുദപിച്ച് കുമ്പസാരിച്ച് അതിന് തക്കതായിട്ടുള്ള പ്രായശ്ചിത്തം നിറവേറ്റി കഴിയുമ്പോൾ ആ വ്യക്തിയുടെ പാപത്തിന്റെ കുറ്റം മാറും. എന്ന് വെച്ചാൽ നിത്യശിക്ഷയിൽ നിന്നും മോചനം കിട്ടും. ഇനി ആ വ്യക്തിയിൽ എന്ത് കടപ്പുണ്ട്? പാപത്തിന്റെ കടവും കടപ്പുണ്ട്, ഒപ്പം താൽക്കാലിക ശിക്ഷയും കടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പാപത്തിന്റെ കടം മാറ്റണമെങ്കിൽ ആ വ്യക്തി ചെയ്യേണ്ട കാര്യം പരിഹാരമാണ് ചെയ്യേണ്ടത്. ഈ പാപത്തിന്റെ കടം കിടക്കുന്നിടത്തോളം കാലം 3 കാര്യം ആ വ്യക്തി അലട്ടും. ഒന്ന് പാപാസക്തി, 2 ജഡത്തോടും ജഡിക താല്പര്യത്തോടുമുള്ള അല്ലെങ്കിൽ ജഡിക മേഖലയോടുമുള്ള താല്പര്യം, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ ലോകത്തോടും ലോക വസ്തുക്കളോടുമുള്ള താല്പര്യം. എന്ത് കടന്നാല? പാപത്തിന്റെ കടം കടക്കുമ്പോൾ. കാരണം താൽക്കാലിക ശിക്ഷ ആ വ്യക്തിയിൽ കടക്കുക. അങ്ങനെയുള്ള ഒരാൾ മരിച്ചാൽ ആ ആത്മാവ് പോകുന്ന സ്ഥലം ശുദ്ധീകരണ സ്ഥലമാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ പരിശുദ്ധ ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും, ആദ്യ മാതാപിതാക്കൾക്ക് തെറ്റുപറ്റി. അവർ ദൈവത്തിനോട് മാപ്പ് ചോദിച്ചു, ദൈവം അവർക്ക് ക്ഷമ കൊടുത്തു. പക്ഷേ അവർ പരിഹാരം ചെയ്യാൻ വെച്ചിരിക്കുന്ന നാളെത്രയ 930 വർഷക്കാലം അവർ പരിഹാരം ചെയ്യേണ്ടതായിട്ട് വന്നു. ദിനവൃത്താന്ത പുസ്തകം വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും, ദാവീദിനോട് തെറ്റുപറ്റുന്നുണ്ട്. ജനസംഖ്യാ കണക്കെടുപ്പ്. ദൈവത്തിന്റെ മുമ്പിൽ ദാവീദ് രാജാവ് മാപ്പ് ചോദിച്ചു, ദൈവം മാപ്പ് കൊടുത്തു. പക്ഷെ പരിഹാരം പറഞ്ഞേക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നെങ്കിൽ 3 വർഷക്കാലം ക്ഷാമം, അതല്ലെങ്കിൽ 3 മാസക്കാലം പ്രിയപ്പെട്ടവരെ അടുത്തുള്ള രാജ്യക്കാരുടെ ആക്രമണം, അവസാന ഒളിച്ചോട്ടം, അല്ലെങ്കിൽ 3 ദിവസം പകർച്ചവ്യാധി. നമ്മൾ മനസ്സിലാക്കണം, ഓരോ പാപവും ചെയ്തു കഴിയുമ്പോൾ നിസാരം എല്ലാം തീർന്നു ഇതല്ല മക്കളെ. നമ്മൾ പരിഹാരം ചെയ്ത് പാപത്തിന്റെ കടം താൽക്കാലിക ശിക്ഷ മാറ്റുന്നില്ലെങ്കിൽ ആ ആത്മാവ് അനേക വർഷക്കാലം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടല്ലേ അമ്മ ത്രേസ്യയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അമ്മ ത്രേസ്യ മരണ സമയത്ത് ഒത്തിരി വേദനയോടെ കരയുക. കൂടെ നിൽക്കുന്ന സമർപ്പിതർ ചോദിക്കുന്നുണ്ട്, അമ്മ ഒത്തിരിയേറെ പരിഹാരം ചെയ്ത് വിശുദ്ധീകരിച്ചതല്ലേ, അമ്മയ്ക്ക് എന്നെ മരണത്തെ ഭയമാണോ? ചെയ്ത ഏതെങ്കിലും പാപം ഇനി കിടപ്പുണ്ടോ പരിഹാരം ചെയ്യാൻ? അമ്മ പറഞ്ഞു, ഇതൊന്നും അല്ല. പക്ഷേ ജീവന്റെ ഗ്രന്ഥത്തിൽ എൻ്റെ പേരെടുത്ത് വയ്ക്കുമ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഇനി കുഞ്ഞി പാപത്തിൻ്റെ എങ്കിലും പരിഹാരം ചെയ്ത് തീർക്കാനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് എത്ര നാൾ ശുദ്ധീകരണ സ്ഥലത്ത് ഈ വേദനയിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതോർത്തിട്ടാണ് എൻ്റെ ഭയം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ എന്താന്നേ പരിഹാരം ചെയ്തേക്കണേ? ജീവിച്ചിരുന്ന സമയത്ത് എന്താന്നേ പരിഹാരം ചെയ്തേക്കണേ? അവർ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്താന്നേ അവരെ രക്ഷിക്കാൻ വേണ്ടി പരിഹാരം ചെയ്തേക്കണേ? നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് എത്ര നാളിനി ജീവിച്ചിരിക്കും മക്കളെ? നമ്മൾ മരിച്ചാൽ നമ്മൾ ഇത്രയും നാളും ജീവിച്ച് ചെയ്തു കൂട്ടിയ പാപത്തിന്റെ പരിഹാരം നമ്മൾ എന്താണ് ചെയ്തേക്കണേ? പീറ്റർ ഡാമിയൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് 500 വർഷമായിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കളെ അറിയാം. മാധുരാപിയ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ശുദ്ധീകരണ സ്ഥലത്ത് അനേക വർഷം, പ്രത്യേകിച്ച് 100 വർഷത്തിൽ കൂടുതൽ കിടക്കുന്ന ആത്മാക്കളെ എനിക്കറിയാം. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ ചിലപ്പോൾ 100 അല്ലെങ്കിൽ 60 70 വയസ്സായിരിക്കാം. പക്ഷെ നമ്മൾ ഈ പരിഹാരം ചെയ്യുന്നില്ലെങ്കിൽ 100 വർഷം അതിൽ കൂടുതൽ ചിലപ്പോൾ. ഈ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ഒരാത്മാവിന്റെ വേദന എന്താ?
അതിനെക്കുറിച്ച് വിശുദ്ധർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യപ്രകാരമാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ പറയുന്നു, വിശുദ്ധ തോമസ് അക്വിനാസ് പറയുവാണ്, ശുദ്ധീകരണാത്മാക്കളുടെ സഹനത്തിന്റെ കാഠിന്യം നിമിത്തം 1 മിനിറ്റ് സമയത്തെ അവിടെയുള്ള വാസം 1 നൂറ്റാണ്ട് പോലെ തോന്നിപ്പോകും. വീണ്ടും പറയുന്നു, വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന കാര്യപ്രകാരമാണ്, ശുദ്ധീകരണ സ്ഥലത്തെ തീയുടെ സാന്ദ്രത നരകത്തിലെ തീയുടേതുപോലെ തന്നെയാണ്. അതുമായി ഏറ്റവും ചെറിയ ബന്ധം പുലർത്തിയാലുള്ള വേദന ഈ ലോകത്തിലെ എല്ലാ സഹനങ്ങളും കൂട്ടിയാൽ ഉള്ളതിനേക്കാൾ കഠോരമാണ്. വീണ്ടും കേട്ട പ്രിയപ്പെട്ടവരെ, സ്വർഗപ്രവേശത്തിന് മുമ്പായി എല്ലാ കുറ്റങ്ങളിൽ നിന്ന് ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടണം. ഈ ലോക ജീവിതത്തിൽ അനുഭവിക്കാനോ ഊഹിക്കാനോ പോലും കഴിയാത്ത ഭയങ്കരമായ തീയിൽ വേദന അനുഭവിച്ച് ആത്മാവ് നിർമ്മലമാക്കപ്പെടണം. പ്രിയപ്പെട്ടവർ, ഇതുപോലെ വേദന മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് കടന്ന് അനുഭവിക്കുന്നത് കണ്ടതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ എന്ത് ചെയ്തേ? പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം അടുത്തടുത്തടുത്ത് ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കാൻ ഇടവന്നേ. നമ്മളിന്ന് പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം പരിഹാരം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താ പരിഹാരം? പരിശുദ്ധ ബലി പരിഹാരമായ. പ്രിയപ്പെട്ടവർ, ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ മരിയാസിമ പറയുന്ന ഒരു കൊച്ചു കാര്യം ഇപ്രകാരമാണ്. പ്രത്യേകിച്ച് എന്നും ജീവിച്ചിരുന്ന സമയത്ത് എല്ലാ പരിശുദ്ധ ബലിയിലും പങ്കുചേരുക. സാധാരണ ദിവസങ്ങളിലും പരിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന ആത്മാക്കൾ. രണ്ടാമതായിട്ട് പറയുന്നു, പരിശുദ്ധ ബലിക്ക് ഒത്തിരി മൂല്യം കൊടുത്തിട്ടുള്ള ആത്മാക്കൾ. മൂന്നാമതായിട്ട് ജീവിച്ചിരുന്ന സമയത്ത് പരിശുദ്ധ ബലി പൂർണ്ണ ഹൃദയത്തോടെ മനസ്സോടെ ആത്മാവോടുകൂടി സ്വീകരിച്ച ആത്മാക്കൾ. ഇവർക്ക് വേണ്ടി നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ആ ബലി പെട്ടെന്ന് അവർക്ക് ഉപകാരമായി തീരും. ജത്രൂദ് പറയുന്ന കാര്യമുണ്ട്, ഒരു വ്യക്തി ജപമാല ചൊല്ലുമ്പോൾ തീഷ്ണതയോടുകൂടി ചെല്ലുമ്പോഴും വാത്സല്യത്തോടുകൂടി ചെല്ലുമ്പോഴും ആഗ്രഹത്തോടും സ്നേഹത്തോടും ഭക്തിയോടുകൂടിയും ജപമാല ചൊല്ലുമ്പോൾ ആ ജപമാല വഴി അനേകം ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാളത്തെ ദിവസം ഞാൻ വീണ്ടും പറയുക, വളരെ പ്രധാനപ്പെട്ട ദിവസം. അത് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. നാളെ പള്ളി പോണം മക്കളെ. ഈ ആത്മാക്കളെ നാളെ കാസയിലും പീലാസയിലും ചേർത്ത് വെക്കണം. നമുക്ക് നാളെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കളെ എന്തുമാത്രം രക്ഷിക്കാൻ പറ്റുമോ അത്രമാത്രം രക്ഷിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു സഹായം വേണം. നാളെ സിമത്തേരി നമുക്ക് സന്ദർശിക്കണം. നമുക്ക് ഈ ആത്മാക്കൾക്ക് വേണ്ടി നാളത്തെ ദിവസം മാറ്റിവെക്കണം. ഇന്ത്യയുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനമാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ദിനമാക്കി നമ്മൾ മാറ്റണം. അതിനായിട്ട് നമ്മൾ ഒത്തിരിയേറെ നാളത്തെ ദിവസം ജപമാല ചൊല്ലിയും പരിശുദ്ധ ബലിയർപ്പിച്ചും ഈ ആത്മാക്കളെ ഏത് രീതിയിൽ സഹായിക്കാൻ പറ്റുമോ അതിനായിട്ട് സഹായിക്കണം. അതിനുള്ള കൃപാവരത്തിനായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം പരിശുദ്ധ അമ്മ മാതാവ് നമ്മളോട് എന്താണ് സംസാരിക്കുന്നത്, തൻ്റെ മക്കളോട് എന്തൊക്കെയാ പറയുന്നത്, ഇത് ഏറ്റവും ശ്രദ്ധയോടുകൂടി കേൾക്കാം. അതിനുശേഷം വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷയിലൂടെ നമ്മൾ ചെയ്യേണ്ട ഏതൊക്കെ പുണ്യങ്ങളാണ് ആ പുണ്യങ്ങൾ അഭ്യസിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോട് ചേർന്ന് നമ്മൾ പരിശുദ്ധയെ ആരാധനയിൽ ദൈവകൃപയ്ക്കായിട്ടും പുണ്യം അഭ്യസിക്കാനുള്ള അഭിഷേകത്തിനായിട്ടും നമ്മൾ പ്രാർത്ഥിക്കാം. ഈ നിമിഷം പരിശുദ്ധി അമ്മ നമ്മളോട് സംസാരിക്കുന്നത് ഏറ്റവും ശ്രദ്ധയോടെ നമുക്ക് ശ്രമിക്കാം. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ വിമല ഹൃദയത്തോടുള്ള സ്നേഹത്തിൽ നിന്നും ഒഴിഞ്ഞ് നിൽക്കുന്നത്? ലോകസമാധാനത്തിനുള്ള സന്ദേശം നിങ്ങൾക്ക് നൽകാനാണ് ഞാൻ വരുന്നത്. എനിക്ക് നിങ്ങളുടെ സഹകരണം ആവശ്യമുണ്ട്. ആയതിലേക്ക് സമർപ്പണ ഫലമായി ഞാൻ നിങ്ങളിലും, നിങ്ങൾ നിങ്ങളിലും, നിങ്ങൾ എന്നിലും വസിക്കണം. അങ്ങനെ എൻ്റെ മഹാവിജയത്തിൽ നിങ്ങൾക്ക് പങ്കുപറ്റാം. നമ്മുടെ ഹൃദയങ്ങൾ ഒന്നായി ചേർന്ന് കഴിയുമ്പോൾ ലോകസമാധാനം എന്ന വിജയം നിങ്ങൾക്കും ലഭിക്കും. ലോകം മുഴുവനും എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടണം എന്നതാണ് എൻ്റെ അഭിലാഷം. ഇത് നിറവേറ്റാൻ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ നിയോഗം വെക്കണം. എല്ലാ ദിവസവും നിങ്ങളോടൊന്നിച്ച് ആയിരിക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിക്കുന്നു. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളുടെ സമൃദ്ധിയും ഹൃദയത്തിൽ പേറിക്കൊണ്ടാവും എത്തുക. നിങ്ങളുടെ സമർപ്പണം അപ്പോൾ സംഭവിക്കട്ടെ.
ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സംഖ്യസക്കനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ഈശോയേ എല്ലാവരും ചേരാം. വരണമേ, ദാഹത്തോടെ വിളിച്ചേ മക്കളെ. ഈശോയെ നോക്കിക്കൊണ്ട് എല്ലാവരും ആരോഗ്യത്തോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? ഹൃദയത്തിലേക്ക് വരാം, ജീവിതത്തിലേക്ക് വരാം, കുടുംബത്തിലേക്ക് വരാം, മലിനമായ അവസ്ഥയിലേക്ക് വരാം, രക്ഷ പ്രാപിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, ശുദ്ധീകരണ ആത്മാക്കളിലേക്ക്. ഈശോയേ 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 വരണമേ, വരണമേ ഈശോയേ ഈശോയേ വരണമേ. പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ 9-ാം ദിവസത്തിൽ നമ്മൾ കൂടുതൽ പുണ്യത്താൽ നിറയപ്പെടണം. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 7 പുണ്യമുണ്ട്. 1 ദൈവവിശ്വാസം, 2 ദൈവശരണം, 3 ദൈവസ്നേഹം, 4 ക്ഷമ, 5 എളിമ, 6 അരൂപിയിൽ നിലനിൽപ്പ് പരിശുദ്ധി, 7 അനുസരണം. ഈ 7 പുണ്യങ്ങളും നമ്മുടെ ആത്മാവിൽ ജനിക്കണം, വളരണം, വർദ്ധിക്കണം, ഫലം ചൂടണം. ഒരു നിമിഷം സമർപ്പിക്കാം. 2 കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാം. ഈശോയെ നോക്കാം. അപ്പാ, വിശ്വാസത്തിന്റെ മേഖല ഒരിക്കൽ പോലും തളർന്നു പോകരുത്. എനിക്ക് യേശുവിലുള്ള വലിയ ശരണം എന്നും എനിക്കുണ്ടാകണം. ഈശോയെ ഒത്തിരിയേറെ സ്നേഹിക്കാനുള്ള ഒരു ദാഹം എൻ്റെ ഉള്ളിൽ വേണം. എളിമ നിറഞ്ഞ ഒരു ഹൃദയം എനിക്ക് തരണം. ക്ഷമിക്കാനുള്ള ഒരു ദാഹവും കൃപയും അതിനുള്ള ഒരു അഭിഷേകവും എനിക്ക് തരണം. ഈശോയെ ഏറ്റവും പരിശുദ്ധിയോടുകൂടി ജീവിക്കാൻ, അനുസരണയോടുകൂടി ജീവിക്കാനുള്ള ഒരു ദാഹം കൃപ എനിക്ക് വേണം. 2 കരങ്ങൾ യാചനയോടെ പിടിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മ മാതാവേ, ഈ പുണ്യം ഞങ്ങളുടെ ആത്മാവിൽ തരണമേ, ജനിപ്പിക്കണമേ, വളർത്തണമേ, വർദ്ധിപ്പിക്കണമേ, ഫലം ചൂടണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. 2 കരങ്ങൾ യാചനയോടെ പിടിച്ച് ഈ പുണ്യം നമ്മുടെ ആത്മാവിൽ ജനിക്കാൻ, വളരാൻ, വർദ്ധിക്കാനായിട്ട് വലിയ ദാഹത്തോടെ, വലിയ ആഗ്രഹത്തോടെ ഓരോ നിമിഷവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പുണ്യമാക്കി തീർക്കാനുള്ള വലിയൊരു അഭിഷേകം ഇത് പരിശുദ്ധാത്മാവ് തരുന്നതാ, ഈശോ തരുന്നതാ. മക്കളെ, ഇത് കളയല്ലേ. ആ ഒരു കൃപ നമുക്ക് കിട്ടാനായിട്ട്, ആത്മാക്കളെ രക്ഷിക്കാനുള്ള ഒരു കൃപ നമുക്ക് കിട്ടാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും ഒരു 3 പേർ കേൾക്കത്തക്ക ശബ്ദത്തിൽ ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ആരാധന, 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 ആരാധന.
പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ, സഹായിക്കണമേ. കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, പുണ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, പുണ്യത്താൽ ഞങ്ങളെ വളർത്തണമേ, പുണ്യത്താൽ ഞങ്ങളെ, കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഈശോയെ നോക്കി കരം കൂപ്പി പിടിച്ചുകൊണ്ട് എല്ലാ മക്കളും വലിയ ദാഹത്തോടെ കൃപയ്ക്കായി പുണ്യം അഭ്യസിക്കാൻ കൃപ. ഒരു നിമിഷം ദാഹത്തോടെ പ്രാർത്ഥിക്കാം. കൃപ വേണം, കൃപ വേണം, യേശുവേ നിൻ കൃപ വേണം. പ്രാർത്ഥിച്ചേ. കൃപ വേണം, കൃപ വേണം, യേശുവേ നിൻ കൃപ വേണം. കൃപയില്ലെങ്കിൽ ഞാനില്ല, ഞാനെന്താണോ കൃപയാണ്. കൃപയില്ലെങ്കിൽ ഞാനില്ല, ഞാനെന്താണോ കൃപയാണ്. കൃപ വേണം, കൃപ വേണം, യേശുവേ നിൻ കൃപ വേണം. കൃപ വേണം, കൃപ വേണം, യേശുവേ നിൻ കൃപ വേണം. ഞാനില്ല, ഞാനെന്താണോ കൃപയാണ്. കൃപയില്ലെങ്കിൽ ഞാനില്ല, ഞാനെന്താണോ കൃപയാണ്. നിമിഷം കരങ്ങൾ കൂപ്പി പിടിക്കാം മക്കളെ. ഈശോയെ നോക്കാം. നാളത്തെ ദിവസം അച്ഛൻ ഓർമ്മപ്പെടുത്തിയല്ലോ, അമ്മ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളാ. ശുദ്ധീകരണാത്മാക്കളെ മുഴുവനും രക്ഷിക്കണം നമുക്ക്. ഒരു നിമിഷം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ ഒന്ന് മനസ്സിൽ ഒന്ന് കണ്ടിട്ട് അമ്മയുടെ വിമല ഹൃദയം വഴി ഇപ്പോൾ ദിവികാരുണ്യ ഈശോയിലേക്ക് സമർപ്പിച്ച്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അപ്പൻ നഷ്ടപ്പെട്ടവർ, അമ്മ നഷ്ടപ്പെട്ടവർ, ജീവിത പങ്കാളി, മക്കള്, സഹോദരങ്ങള്, അബോർഷനിലൂടെയൊക്കെ മക്കൾ നഷ്ടപ്പെട്ടു പോയോ? സമർപ്പിച്ച പ്രിയപ്പെട്ടവരെ, നമുക്ക് ജ്ഞാനസ്നാനം നൽകിയ വൈദികൻ മരിച്ചുപോയോ? ആദ്യ കുർബാന നൽകിയ വൈദികൻ മരിച്ചുപോയോ? നിങ്ങളുടെ വിവാഹം ആശീർവദിച്ച വൈദികൻ മരിച്ചുപോയോ? നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ സഹായിച്ചുള്ള വൈദികൻ മരിച്ചുപോയോ? നിങ്ങളെ അനുഗ്രഹിച്ച വൈദികർ മരിച്ചുപോയോ? ബലിയർപ്പിച്ച, നിങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച വൈദികർ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കുമ്പസാരിപ്പിച്ച വൈദികർ, വചനം പകർന്നു തന്ന വൈദികർ മരിച്ചുപോയിട്ടുണ്ടോ? ഈ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായിട്ട് നമ്മൾ ഇപ്പോൾ ആരാധന സമർപ്പിക്കുമ്പോൾ ഇത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈ വൈദികരെ മുഴുവനൊന്ന് സമർപ്പിച്ച മരിച്ചുപോയിട്ടുള്ള വൈദികർ നമ്മുടെ തലമുറയിൽപ്പെട്ടിട്ടില്ല. എന്നാ മക്കളെ വില്ലിപ്പച്ചിന് വേണ്ടി പ്രാർത്ഥിച്ച്, വില്ലിമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എത്ര നാളായി? അപ്പന്റെയും അമ്മയുടെയും കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ 4 തലമുറ, നമ്മുടെ വില്ലിപ്പിന്റെയും വില്ലിമ്മയുടെയും അപ്പനും അമ്മയും അവരുടെ സഹോദരങ്ങള് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം സമർപ്പിച്ച്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ 4 തലമുറ മരിച്ചുപോയില്ലേ? നമ്മൾ ഒരിക്കലെങ്കിലും സമർപ്പിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ നമ്മളെ സഹായിച്ച എത്രയോ പേരുണ്ട്. സാമ്പത്തികമായും ആത്മീയമായി സഹായിച്ച എത്ര പേര് നമ്മൾ ഒരിക്കലെങ്കിലും ഓർത്തിട്ടുണ്ടോ? അവരെ നാളെ നമുക്ക് സ്വർഗത്തിൽ കയറ്റണ്ടേ? എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ എത്രയോ ശവസംസ്കാര ചടങ്ങിലാ പങ്കെടുത്തേക്കണേ. അവിടെ ചെന്നിട്ട് നമ്മൾ ഒത്തിരിയേറെ അവരുടെ വേദന കാണുമ്പോൾ നമ്മളും അറിയാതെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ പിന്നീട് അവരെ സമർപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ അയൽവക്കത്ത് മരിച്ചുപോയ എത്രയോ പേരുണ്ട്, പിന്നീട് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടോ? ഒരു ദിവസം പത്രത്തിൽ നമ്മൾ എത്രയോ പേരുടെ ചർമ്മം കാണുന്നു, അറിയുന്നു, ഒരിക്കലെങ്കിലും സമർപ്പിച്ചിട്ടുണ്ടോ? വാഹന അപകടത്തിൽ മരിക്കുന്ന എത്ര പേര്, ഭീകരവാദികളുടെ ആക്രമണത്താൽ മരിച്ചവര്, പകർച്ചവ്യാധിയാൽ മരിച്ചവര്, പ്രകൃതി ദുരന്തത്താൽ മരിച്ചവര്. എന്റെ മക്കളെ, മണിപ്പൂരിൽ മരിച്ചു വീടുന്ന മക്കൾ നമ്മൾ കാണുന്നില്ല. സമർപ്പിച്ചോ മക്കളെ? സമർപ്പിച്ചോ മക്കളെ? അമ്മയുടെ വിമല ഹൃദയം വഴി ആത്മാക്കളെ മുഴുവനും ഒന്ന് സമർപ്പിച്ച്, അപ്പാ, നാളെ ഞങ്ങൾ പ്രഭാതത്തിൽ അർപ്പിക്കാൻ പോകുന്ന പരിശുദ്ധ ബലിയുടെ അനന്ത യോഗ്യതയാണ്, നിന്റെ പരിശുദ്ധ രക്തത്തിന്റെ അനന്ത യോഗ്യതയാണ്
അമ്മയെ, അമ്മയുടെ രക്തക്കണ്ണീരിന്റെ അനന്ത യോഗ്യതയാൽ, അമ്മയുടെ 7 വ്യാഗങ്ങളുടെ അനന്ത യോഗ്യതയാൽ ഈ ആത്മാക്കളെ ഒന്ന് രക്ഷിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഈ ആത്മാക്കളെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരാധന, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാക്കളെ രക്ഷിക്കണമേ, ഈ ആത്മാക്കളെ രക്ഷിക്കണമേ. നിത്യപിതാവേ, കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ. നിൻ തിരുസുതനാ ഈശോ വഴിയായി കൈക്കൊള്ളണമേ പ്രാർത്ഥനകൾ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കണ്ടല്ലോ, പരിശുദ്ധി അമ്മ ത്രിലോകരാജ്ഞിയ, ത്രിലോകത്തിന്റെ അമ്മയാ. നമ്മുടെ അമ്മ മാത്രമല്ല, ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ഓരോ ആത്മാക്കളുടെ അമ്മയാ. അമ്മയുടെ വലിയ ദൗത്യമാ. ഒരാത്മാവ് സ്വർഗത്തിൽ ദൈവപിതാവിന്റെ അടുത്ത് എത്തുന്നിടം വരെ കൂടെ നിന്ന്, കൂടെ സഹായിച്ച് ആത്മാവിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധര് നമുക്ക് പറഞ്ഞു തന്ന കാര്യമുണ്ടല്ലോ. അമ്മ മാതാവ് ചെയ്യുന്ന കാര്യം, എല്ലാ ശനിയാഴ്ചയും ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കും. അമ്മയുടെ തിരുനാൾ ദിവസം ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കും. സ്വർഗാരോഹണ തിരുനാൾ ദിവസവും സകല വിശുദ്ധരുടെ തിരുനാൾ ദിവസവും ദുഃഖ വെള്ളിയാഴ്ച ക്രിസ്മസിന് ഒക്കെ പരിശുദ്ധി അമ്മ സന്ദർശിക്കുക. പ്രിയപ്പെട്ടവരെ, അതിൽ ഏറ്റവും കൂടുതൽ ആത്മാക്കളെ കൊണ്ടുപോകുന്ന ദിവസം, രക്ഷിക്കുന്ന ദിവസം വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നു, അത് സ്വർഗാരോപണ തിരുനാൾ ദിവസമാണ്. അമ്മ മാതാവ് ചെയ്യുന്ന കാര്യം എന്താ മക്കളെ? ഈ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കളെ സഹായിക്കുക, അവരുടെ മേൽ ദൈവത്തിന്റെ കരുണ ഒഴുകാൻ വേണ്ടി മാധ്യസ്ഥം വഹിക്കുക, അവരെ ബലപ്പെടുത്തുക, അവരെ ആശ്വസിപ്പിക്കുക, അവരുടെ പാപത്തിന്റെ കടങ്ങൾ ഇളച്ചു കൊടുക്കുക, അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള, സ്വതന്ത്രരാക്കാനുള്ള അവകാശം, അധികാരം പരിശുദ്ധി അമ്മയ്ക്ക് ദൈവം കൊടുത്തേക്കുക. കാരണം ശുദ്ധീകരണ സ്ഥലത്തിലെ സ്ഥാനപതിയാണ് പരിശുദ്ധി അമ്മ. അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച്, അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമ്മളോട് ഇന്ന് അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞേ, നീ എന്റെ കുഞ്ഞാകണം. നീ മരിയ ഭക്തരാകുമ്പോൾ അത് എന്റെ ആത്മീയത, എന്റെ ആന്തരികത ഒപ്പിയെടുത്ത കുഞ്ഞാകണം. എന്റെ കുഞ്ഞേ, നീ നിന്റെ കഴുത്തിൽ ഉത്തിരിയം ധരിച്ചേക്കണേ. ഉത്തിരിയമില്ലാതെ ഇരിക്കരുത്. ഉത്തിരിയം ധരിക്കുന്നതോടൊപ്പം ഉത്തിരിയം വാഗ്ദാനവും കൂടി നീ ഒന്ന് നിറവേറ്റിയേക്കണേ. അങ്ങനെ ജീവിക്കുമ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് നീ മരിക്കുമ്പോൾ നിന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് അവകാശവും അധികാരവും കിട്ടിയിട്ടുണ്ട്. ഞാൻ നിന്നെ രക്ഷിക്കാം. മക്കളെ, വെറും കുഞ്ഞല്ല, അമ്മയുടെ കുഞ്ഞാകാം. തീരുമാനമെടുക്കാം. 2, ഉത്തിരിയം ധരിക്കുന്ന ഒരു ദൈവ പൈതൽ അമ്മയുടെ കുഞ്ഞാകാം. ഉത്തിരിയത്തിൽ അമ്മ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം നിറവേറ്റുന്ന ഒരു കുഞ്ഞാകാം. ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് അമ്മയെ സഹായിക്കുന്ന ഒരു വ്യക്തിയാകാം, കുഞ്ഞാകാം. നമുക്ക് അതിനുള്ളൊരു കൃപ പരിശുദ്ധി അമ്മ നമുക്ക് തരും. മക്കളെ, 2 കരങ്ങൾ യാചനയോടെ പിടിക്കാം. അമ്മയുടെ കയ്യിലാണ് നമ്മൾ പിടിച്ചേക്കണേ. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തലമുറകളായി മരിച്ചുപോയ നമ്മൾ സമർപ്പിക്കുന്ന ആത്മാക്കളെ അമ്മയുടെ കരത്തിലേക്ക് ഒന്ന് കൊടുത്തേ. അമ്മേ, എന്താ തരുവാ? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇവരെവിടെയാന്ന്, സ്വർഗത്തിലെത്തിയോന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നു, നാളെ അമ്മേ സ്വർഗത്തിൽ എത്തിക്കണം. അമ്മയുടെ മാധ്യസ്ഥത്താൽ സ്വർഗാരോപണ തിരുനാൾ ദിവസം അമ്മ എത്തിക്കണം. അമ്മയ്ക്ക് തരുവാ. അമ്മേ, സ്വീകരിക്കാമേ. സ്വർഗത്തിലേക്ക് ആത്മാക്കളെ സമർപ്പിക്കാമേ. ഈശോയുടെ പരിശുദ്ധ ബലിയുടെ യോഗ്യതയാൽ സ്വീകരിക്കാമേ. ഒരു നിമിഷം കൂടി അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ഈ തീരുമാനങ്ങളും ഈ ആത്മാക്കളെ കൂടി ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് അമ്മ ഈശോയ്ക്ക് സമർപ്പിക്കും. മക്കളെ, അമ്മ സമർപ്പിക്കുമ്പോൾ കുറവ് നികത്തിയാ സമർപ്പിക്കുന്നു. നമ്മുടെ സമർപ്പണത്തിൽ അയോഗ്യതയുണ്ട്, പക്ഷെ അമ്മയുടെ സമർപ്പണത്തിൽ പൂർണ്ണതയുണ്ട്. ഈ നിമിഷം അമ്മേ, ഞങ്ങളുടെ ഈ സമർപ്പണം സ്വീകരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടി ഒന്ന് ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
സമർപ്പിക്കും പ്രാർത്ഥനകൾ നിൻ തിരുസുതനാ ഈശോ വഴിയായി കൈക്കൊള്ളണമേ പ്രാർത്ഥനകൾ. ഒരു നിമിഷം കൂടി പ്രിയപ്പെട്ട മക്കളെ, ഈ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാനായിട്ട് കൊതിച്ചു പ്രാർത്ഥിക്കുന്ന വലിയൊരു കൂട്ടായ്മ ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിൽ സംബന്ധിക്കുന്ന മുഴുവനും മക്കളെ നമുക്ക് ഈ നിമിഷം ഒന്ന് സമർപ്പിക്കട്ടെ, അമ്മ വഴി ഒന്ന് സമർപ്പിക്കട്ടെ. അവർക്കിത് തുടങ്ങിയത് പൂർത്തിയാക്കണം, അത് ഏറ്റവും പൂർണ്ണതയിൽ പൂർത്തിയാക്കണം. അത് പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, പുണ്യങ്ങൾ അഭ്യസിച്ചുകൊണ്ടും പൂർത്തിയാക്കണം. സാത്താൻ വെക്കുന്ന സകല ഗണി, സാത്താൻ വെക്കുന്ന സകല തന്ത്രങ്ങൾ, അവൻ വെക്കുന്ന സകല ഏതൊക്കെ രീതിയിലുള്ള മേഖലകളിലൂടെയുള്ള തകർച്ചകൾ കൊണ്ടുവരുന്നുണ്ടോ അത് മുഴുവനും വിട്ടുമാറണം. സാത്താന്റെ തലയെ തകർത്ത, നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈ നിമിഷം പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഒരു അന്ത്യകാല അഭിഷേകം, ഒരു സ്വർഗീയ അഭിഷേകം, ഒരു കൃപയുടെ അഭിഷേകം, ഒരു കൃപയുടെ ശക്തി വ്യാപരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി ഉറക്ക സ്തുതിച്ച് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പ്രിയപ്പെട്ട മക്കളെ, രണ്ട് കാര്യം പറഞ്ഞു വിടുന്നു. ഒന്ന്, നാളെ നിങ്ങൾ പരിശുദ്ധ ബലിയർപ്പിക്കണം, മുടങ്ങരുത്. ശുദ്ധീകരണാത്മാക്കളെ മുഴുവനും കാഴ്ചവെക്കണം. സിമിത്തേരി സന്ദർശിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നാളത്തെ ദിവസം നമ്മൾ പ്രത്യേകം മനസ്സിൽ ഓർമ്മിച്ചെടുത്തുകൊണ്ട് പോകണം. നമ്മുടെ വീട്ടിൽ നിന്ന് ആരൊക്കെയാണ് മരിച്ചുപോയെ, ഒരു അമ്മയുടെ വിമല ഹൃദയം വഴി വേണം ബലിപീഠത്തിൽ അപ്പൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ. ഒപ്പം പ്രിയപ്പെട്ടവരെ, നാളത്തെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ അനേകരെ കൊണ്ടുവരണം. ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ് നമ്മൾ അനേകരെ കൊണ്ടുവരിക എന്നുള്ളത്. അതുകൊണ്ട് നാളത്തെ ശുശ്രൂഷയിലേക്ക് അനേകരോട് പറഞ്ഞ് അവരെ കൂടി കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന പുണ്യം വിചാരത്തിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, ഉപേക്ഷയിൽ എന്തൊക്കെ പുണ്യം ചെയ്യാൻ പറ്റുന്നത് അത് കാണിക്കുമ്പോൾ അത് നമ്മൾ വായിക്കുക, അത് ചെയ്യാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. അതിനുള്ള കൃപാവരം ഈശോ നമുക്ക് നൽകട്ടെ. ആമേൻ.